കേരള കോൺഗ്രസ് CPM വിട്ട് UDF-ലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ മുഖപ്രസംഗം. എന്നാൽ വീക്ഷണത്തിലെ പരാമർശങ്ങൾ വിവാദമായതോടെ മുഖപ്രസംഗത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. മന്ത്രിയാകാനുള്ള ജോസ് കെ മാണിയുടെ അത്യാർത്തിയാണ് കേരള കോൺഗ്രസ് UDF വിടാനുള്ള കാരണമെന്നും മുഖപ്രസംഗം പറയുന്നു. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കടക്കടലിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന വരികളോടെയാണ് വീക്ഷണം മുഖപ്രസംഗം തുടങ്ങുന്നത്. മന്ത്രിയാകാനുള്ള ജോസ് കെ മാണിയുടെ അത്യാർത്തിയാണ് കേരള കോൺഗ്രസ് UDF വിടാനുള്ള കാരണമെന്നും മുഖപ്രസംഗം പറയുന്നു. ഇതിലൂടെ UDF-നോട് കൊടും ചതിയാണ് കേരള കോൺഗ്രസ് കാണിച്ചത്. കോട്ടയം ലോക്സഭാ സീറ്റിൽ ചാഴിക്കാടന്റെ തോൽവി ഉറപ്പായിരിക്കെ മാണി ഗ്രൂപ്പിന് ലോക്സഭയിലും രാജ്യസഭയിലും അംഗത്വമില്ലാതാവുന്ന ആ അവസ്ഥയാണ് വരാൻ പോകുന്നത്. അതിനാൽ കേരള കോൺഗ്രസ് CPM വിട്ട് UDF-ലും മടങ്ങണം. ജോസ് കെ മാണി CPM മരക്കില്ലത്തിൽ വെന്തുരുകരുത് എന്ന് വീക്ഷണം മുഖപ്രസംഗം പറയുന്നു. എന്നാൽ വാർത്തയായതോടെ മുഖപ്രസംഗത്തിലെ പരാമർശങ്ങളെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ക്ഷണിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും കോൺഗ്രസോ UDF-ഓ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നുമാണ് VD സതീശന്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടിയോ UDF-ഓ ഈ വിഷയം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ UDF-ലേക്ക് സ്വീകരിക്കാൻ, സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. വീക്ഷണം മുഖപ്രസംഗം UDF ചർച്ച ചെയ്യാത്ത വിഷയമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവും MLA-യുമായ മോൻസ് ജോസഫും വ്യക്തമാക്കി. വീക്ഷണം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ UDF-ൽ ഇത്തരമൊരു ചർച്ച നടന്നിട്ടില്ല. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് രാജ്യസഭാ സീറ്റ് കിട്ടിയില്ല എങ്കിൽ അത് വൻ നഷ്ടമെന്നും മോൻസ് ജോസഫ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.